ഇതിനെയൊക്കെ സേനാപതി വേണു, നിങ്ങൾ കൊള്ളാത്തോണ്ടാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ PM മാർഷോ, അയാളുടെ ജാമ്യം റദ്ദാക്കിയിട്ട് അയാളെ ജയിലിലേക്ക് അയക്കണമെന്ന് പറഞ്ഞ് കോടതി പറഞ്ഞിട്ട് എത്ര കാലമായി? അവനിപ്പോഴും തേരാപ്പാറ നടക്കല്ലേ? ആരും അത് ഈ നിയമത്തിന്റെ മുന്നിൽ, നിയമ സംവിധാനത്തിന്റെ മുന്നിൽ അത് കൊണ്ടുവരുന്നില്ല. അല്ല, അതിലും രസകരമായ ഒന്നല്ലേ നമ്മൾ ചാലക്കുടിയിൽ കണ്ടത്? ഒരു പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി ഒരുത്തൻ താണ്ഡവ നൃത്തമാടുക. അത് ആ ചില്ല് ചവിട്ടി പൊട്ടിച്ചിട്ട് അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നു. ഇവിടെ എന്ത് നിയമമാണ് നടക്കുന്നത്? SI പരസ്യമായി കയ്യും കാലും അടിച്ചൊടിക്കുന്നു പറഞ്ഞ് ആ SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉണ്ട്, അവന്റെ പേര് ഞാൻ മറന്നുപോയി, ചർച്ചയിൽ വന്നിരുന്ന് അട്ടഹസിക്കുന്ന, ഒരു നടപടി എടുത്തിട്ടില്ല. ഇനി അടുത്തത്, ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിക്കേണ്ട ഗൺമാൻ പിറകിലുള്ള വാനിൽ നിന്ന് ഇറങ്ങിയിട്ട് 6 അടി ഉയരമുള്ള ദണ്ടുമായി കടത്തിണ്ണയിൽ അവശരായിട്ടിരിക്കുന്നവന്റെ ശിരസടിച്ച് പൊട്ടിക്കുക. അവർക്കെതിരെ ഒന്നും ഒരു കേസില്ല, അവരെ ഒന്നും അറസ്റ്റുമില്ല. ഇവിടെ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു സമരത്തിൽ ഉന്തും തള്ളും ഉണ്ടായതിന്റെ പേരിൽ, പോലീസിന്റെ ഷീൽഡ് ഒടിഞ്ഞു വന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ ബാരിക്കേഡിന്റെ കാല് മുറിഞ്ഞു വന്നതിന്റെ പേരിൽ വെളുപ്പിനെ 3 മണിക്ക് ഒരാളെ ആ അറസ്റ്റിലൊക്കെയുള്ള അതിന്റെ അകത്തെ അപലനീയത എന്താ? ഒരു വീട്ടില് അവിടെ മാതാപിതാക്കൾ ഉണ്ടാവും, പ്രായമായ ആളുകൾ ഉണ്ടാവും. ഇയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പൊതുസ്ഥലത്ത് നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. വെളുപ്പിനെ 3 മണിക്കൊക്കെ ഒരു വീട്ടിൽ ചെന്ന് തട്ടി വിളിച്ച് ആളുകളെ അറസ്റ്റ് ചെയ്തു പോകാൻ ഇവരെന്താ വല്ല ഭീകരർ വല്ലതാണോ? ഇല്ലെങ്കിൽ കൊലപാതകം ചെയ്തിട്ട് ഒളിവിൽ പോയ ആളുകൾ തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നവനെയാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതൊക്കെ പിണറായി വിജയൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറഞ്ഞേ നെറികേട്, നിന്ദ്യമായ രാഷ്ട്രീയം. ഇതാണ് പൊളിറ്റിക്കൽ വെൻഡേറ്റ. ഇത് തമിഴ്നാട്ടിൽ നമ്മൾ കാണും. ജയലളിത അധികാരത്തിൽ വരുമ്പോൾ കരുണാനിധിയെ രാത്രിയിൽ കരുണാനിധിയെയും മുരശലിമാരനെയും പോലീസ് വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നു. അവര് തിരിച്ച് വീണ്ടും കരുണാനിധി അധികാരത്തിൽ വരുമ്പോൾ ജയലളിതയെ ജയിലിലാക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ആന്ധ്രാപ്രദേശില് ചന്ദ്രബാബു നായിഡുവിനെ പിടിച്ച് ജയിലിലിടുന്നു. അയാൾ 10-40 ദിവസം ജയിലിൽ കിടക്കുന്നു. ഇതൊക്കെ രാഷ്ട്രീയ പ്രതികാരം. ആ രാഷ്ട്രീയ പ്രതികാരം ആനപ്പകയാണ്. കഴിഞ്ഞ ദിവസം NK പ്രേമേന്ദ്രൻ പറഞ്ഞ പോലെ ഈ പിണറായിക്ക് ആനപ്പകയാണ്, ആനപ്പക. അതിലും പകയാണ്. കാരണം ഇയാള് ഇത് എത്ര നാള് കൊണ്ടുവച്ച് നടന്നു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു ചെറുപ്പക്കാരനെ, ഇനി ഞാൻ ചോദിക്കുന്നു, ഇനിയിപ്പോ ഈ കേസിന്റെ അകത്ത് ഒരു ന്യായമുണ്ട് എങ്കിൽ അതിൽ 1-ാം പ്രതിയുണ്ട്, പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് നിയമത്തിന് അധീനനൊന്നുമല്ലോ, അദ്ദേഹം നിയമത്തിന് വിധേയനാകേണ്ടതാണ്. 2-ാം പ്രതി ഷാഫി പറമ്പിൽ MLA ഉണ്ട്, 3-ാം പ്രതി വിൻസെന്റ് MLA ഉണ്ട്. എന്താ ഇവരെ ആരെയും അറസ്റ്റ് ചെയ്യാതെ ഈ 4-ാം പ്രതിയെ, അതും ഇതിന്റെ അകത്തെ 19 പ്രതികള് അവർ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം? ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങൾ. ശ്രീ ബൽദേവ് സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ ശ്രീ പിണറായി വിജയന് വേണ്ടി ഈ വാദഗതികൾ നടത്തുമ്പോൾ പിണറായി വിജയൻ ഒരു 1-ാം തരം ഏകാധിപതി. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ 1 സെക്കൻഡ് കൊണ്ട് അവസാനിപ്പിക്കാം. ഹിറ്റ്ലർ പണ്ട് ഇദ്ദേഹത്തിന്റെ അവദാനങ്ങളൊക്കെ നാട്ടിൽ വാഴ്ത്തപ്പെടുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഇദ്ദേഹം സിനിമാ തിയേറ്ററിൽ അന്ന് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഹിറ്റ്ലറെ കുറിച്ചുള്ള അവദാനങ്ങൾ വരുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കണം. അപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഹിറ്റ്ലർ ജർമ്മനിയിലെ ഒരു സിനിമാ തിയേറ്ററിൽ ചെല്ലുകയാണ്. അപ്പോ ഹിറ്റ്ലറുടെ പടം വരുമ്പോഴേക്കും, അപ്പൊ ഹിറ്റ്ലർ വേഷം മാറിയാണ് ചെല്ലുന്നത്. ഹിറ്റ്ലറുടെ പടം വരുമ്പോഴേക്കും ആളുകൾ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ കൈയടിക്കുന്നു, ആരവം മുഴക്കുന്നു. അപ്പൊ അടുത്തിരുന്ന ഹിറ്റ്ലർ മാത്രം എഴുന്നേൽക്കുന്നില്ല. അപ്പൊ അടുത്തിരുന്ന ആള് ഹിറ്റ്ലറുടെ ചെവിയിൽ പറഞ്ഞു, ആ പകയന്റെ ആളുകളെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ നിന്നെ കഴുത്ത് വെട്ടിക്കൊണ്ട് ഇപ്പൊ പോകും, അതുകൊണ്ട് നീ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചോണം, അല്ലെങ്കിൽ അവദാനങ്ങൾ വാഴ്ത്തിക്കോണം. അപ്പൊ ഇങ്ങനെ ഭയപ്പെടുത്തി അവദാനങ്ങൾ വാഴ്ത്തുന്ന ഈ ഘട്ടത്തിലേക്ക് കേരളം എത്തുമ്പോ പഴയ ഹിറ്റ്ലറുടെ ഫാസിസവും നാസിസവും അത് കേരളത്തിൽ പടിപടിയായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ശ്രീ ബൽദേവ് സച്ചിദാനന്ദനെ പോലുള്ള ഇടതുപക്ഷ സഹയാത്രികരെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് കമ്മ്യൂണിസത്തിന്റെ അപജയമാണ്. കമ്മ്യൂണിസം എന്താ പറഞ്ഞേ എങ്ങനെ ദുഷിക്കാമെന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇത്. കിങ് ജോങ് ഇന്നിന്റെ അവതാരമായി ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ ജന്മം എടുത്തിരിക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് അദ്ദേഹം പോകൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക.